ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അശോകൻ എഴുതിയിരിക്കുന്ന മേലേക്ക് കിടക്കാം. മാഡം, എനിക്ക് 42 വയസ്സുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായതാണ്. ഭാര്യ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കുട്ടികളില്ല. എൻ്റെ ഭാര്യയ്ക്ക് സ്വന്തം അമ്മയില്ല, രണ്ടാനമ്മയാണുള്ളത്. പക്ഷേ അവർക്ക് എൻ്റെ ഭാര്യയേക്കാൾ 4-5 വയസ്സ് മാത്രമേ മൂപ്പുള്ളൂ. രണ്ടാനമ്മ ഭാര്യയേക്കാൾ സുന്ദരിയും ചെറുപ്പക്കാരിയുമാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നോടവർ വളരെ താല്പര്യത്തോടുകൂടി സംസാരിക്കാറുണ്ട്. അത് കാണുമ്പോഴേക്കും എൻ്റെ ഭാര്യയ്ക്ക് ഹാരളകും. നിങ്ങൾ എന്തിനാണ് വെറുതെ അവരെ കയറി അമ്മയെന്ന് വിളിക്കുന്നത്? അവരുടെ കൊഞ്ചലും കുഴച്ചിലൊക്കെ കാണുമ്പോഴേക്കും അവർക്ക് നിങ്ങളോട് താല്പര്യമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയും. ഞാൻ പറയും, നിൻ്റെ അച്ഛൻ്റെ ഭാര്യയാണ്, ഞാൻ എന്ത് ചെയ്യാനാണെന്ന്. പതുക്കെ പതുക്കെ ആ വീട്ടിലേക്കുള്ള പോക്കുകൾ കുറഞ്ഞു. അമ്മായച്ചന് കുറച്ച് സ്വത്തൊക്കെ ഉണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടത് കൊടുത്തു വിട്ടാണ്. എങ്കിലും ബാക്കിയുള്ളതൊക്കെ അദ്ദേഹത്തിന് സ്വന്തമാണ്. അത് കണ്ടുകൊണ്ടായിരിക്കും ഈ സ്ത്രീ വന്നത്. പക്ഷേ അമ്മായച്ചൻ കഴിഞ്ഞ വർഷം മരിച്ചു. കുറേയധികം സ്ഥലങ്ങളും മറ്റു സംഗതികളും ഒക്കെ വിൽക്കേണ്ടി വന്നു മാഡം. ഇപ്പോൾ അവരുടെ തറവാടും ആ ഒരു സ്ഥലവും മാത്രമേ ഉള്ളൂ ഈ സ്ത്രീക്ക്. അതവർക്കൊരു നഷ്ടക്കച്ചവടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഭാര്യയാണെങ്കിൽ അധികമൊന്നും സഹകരിച്ചിട്ടുമില്ല. പക്ഷേ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവർക്കിനി ആരാ ഉള്ളത്? അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞത്, അവരെവിടേക്കെങ്കിലും പൊക്കോളും, അടുത്തൊരുത്തിനെ കണ്ടുപിടിക്കും, ആ വസ്തു സ്ഥലവും അവരെടുത്തോട്ടെ, എല്ലാം വിറ്റ് നശിപ്പിച്ചില്ലേ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, നിൻ്റെ അച്ഛന് വേണ്ടിയിട്ടില്ലെന്ന് പറഞ്ഞാലും അവൾ സമ്മതിക്കില്ല. അങ്ങനെ അവർ തമ്മിൽ നല്ല സ്പർദ്ധയുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം രാവിലെ ആ സ്ത്രീ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, മോനെ, എനിക്ക് അവൾ ഒറ്റയ്ക്ക് താമസിച്ചിട്ട് ഒട്ടും അങ്ങോട്ട് ശരിയാകുന്നില്ലെന്ന്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, അതെന്താ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റാത്തത്? അവിടെ അത് മുഴുവൻ നിങ്ങളുടെ സ്വന്തമല്ലേ, നിങ്ങളിനി എവിടെ താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിന്നോട്ടെ എന്ന്. എൻ്റെ ഭാര്യയ്ക്ക് അതൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, അമ്മ ഇനി 2 ആഴ്ച കഴിഞ്ഞ് പോയാൽ മതിയെന്ന്. രാത്രിയിൽ ഭാര്യയാണെങ്കിൽ എനിക്കിട്ടൊരു പിച്ച് തന്നു. എന്നിട്ട് ചോദിച്ചു, അവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ഇളക്കമുണ്ടെന്ന് തോന്നല്ലോ, അതുകൊണ്ടല്ലേ 2 ആഴ്ച നിൽക്കാൻ പറഞ്ഞത്. രാത്രിയിലും കാണും ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ കട്ട് ഞാൻ ചെയ്തെടുക്കുമെന്ന് അവൾ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും നീ കണ്ണുകൊണ്ട് നോക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാനമ്മ അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളെല്ലാവരും ഏറ്റെടുത്തു. വീട്ടിലെ തുണി അലക്കുക, വൃത്തിയാക്കുക, പാചകം ചെയ്യുക, അവരുണ്ടാക്കുന്നതിന് പ്രത്യേക സ്വാദാണ്. ചുരുക്കം പറഞ്ഞാൽ 2 ആഴ്ച നിന്നപ്പോഴേക്കും 2 പേരും തമ്മിൽ കൂടുതലങ്ങ് അടുത്തു. എൻ്റെ ഭാര്യയ്ക്ക് റിലാക്സേഷനായി ഒന്നും ചെയ്യണ്ടല്ലോ. അവസാനം ഞാൻ പുറത്താകുക എന്നുള്ള രീതിയിലായി അവരുടെ സ്നേഹം. ഞാനത് ചോദിച്ച് അവരോട് കളിയാക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, അതൊന്നും സാരമില്ല, ഒന്നിച്ച് താമസിക്കാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾ തിരിച്ചറിയാതെ പോയെന്ന്. അപ്പോൾ എനിക്ക് സന്തോഷമായി മാഡം. ഇതിനിടയ്ക്കാണ് എനിക്ക് പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ വന്നത്. അപ്പോൾ മറ്റൊരു ഡിസ്ട്രിക്റ്റിൽ താമസിക്കേണ്ടി വരും. അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്, പക്ഷെ അത് സിംഗിൾ റൂം പോലെയാണ്. അവിടെ ഇവളെയും കൊണ്ട് പോകാൻ പറ്റില്ല, ഇവൾക്ക് വരാനും താല്പര്യമില്ല. അപ്പോൾ എന്നോട് രണ്ടാനും പറഞ്ഞു, ഒരു കാര്യം ചെയ്യും മോനെ, മോൻ പറ്റുന്ന ദിവസമൊക്കെ ഇങ്ങോട്ട് വരൂ, ഞങ്ങൾ 2 പേരും ഇവിടെ ഉണ്ട്, ഇനി ഒന്ന് ചെല്ലി താമസം എന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ അങ്ങനെ തന്നെ പറഞ്ഞു, പേടിക്കേണ്ട കാര്യമില്ല, എനിക്ക് കൂട്ടുണ്ടല്ലോ എന്ന്. ഞാൻ സമാധാനിച്ചു. ഇങ്ങനെ ഏകദേശം 2-3 മാസം പോയി കാണും മാഡം. ആ സമയത്താണ് ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കണ്ടു. അവനോട് ചോദിച്ചു, അല്ല, നിൻ്റെ ഭാര്യയുടെ കൂടെ വേറൊരു സ്ത്രീ ഉണ്ടല്ലോ, നിൻ്റെ ഭാര്യയുടെ ചേച്ചിയോ മറ്റോ ആണോന്ന്. അല്ലടാ, ഭാര്യയുടെ രണ്ടാനമ്മയാണ്, നീ എവിടെ വെച്ച് കണ്ടു അവരെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എടാ, ഇപ്പം കുറേ നാളായിട്ട് നിൻ്റെ ഭാര്യയും അവരും കൂടെ ടൗണിൽ കറങ്ങി നടക്കുന്നത് കാണാമെന്നും. അത് പിന്നെ എൻ്റെ ഭാര്യ ഞാനുള്ളപ്പോഴല്ലേ എവിടെയും പോവുകയുള്ളൂ. ഇപ്പോൾ രണ്ടാനം വന്നു കഴിഞ്ഞപ്പോഴേക്കും 2 പേരും അങ്ങ് കറങ്ങി നടക്കുകയാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, പക്ഷേ എനിക്ക് നിൻ്റെ ഈ രണ്ടാനമ്മയെ അത്ര വലിയ വിശ്വാസമില്ലെന്ന്. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, എടാ, നിനക്കറിയാമോ, ഷാജി എന്ന് പറഞ്ഞൊരുത്തനുണ്ട്, അവനെ നിനക്ക് നന്നായിട്ട് അറിയാം. ഈ ടൗണിലൊക്കെ പെണ്ണുങ്ങളെ മറ്റും വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസംബിൾ ചെയ്യുന്നൊരുത്തനുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, അവൻ ഭയങ്കര ഫേമസ് അല്ലേ, ഒരു ചെറിയ ഗുണ്ട പോലൊരുത്തനുമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, അവൻ തന്നെ. അവൻ്റെ കാറിൽ ഈ പെണ്ണുങ്ങൾ 2 പേരോട് കയറിയിരുന്ന് പോകുന്നത് ഞാൻ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. എടാ, എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെയുള്ള സുഹൃത്തുക്കളോ സൗഹൃദങ്ങളോ ഒന്നുമില്ലെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അതെനിക്കറിയാം, പക്ഷേ ഈ രണ്ടാനമ്മയെന്ന് പറയുന്ന അവരുടെ കൂടെയല്ലേ പോയത്, അവരായിരിക്കും വില്ലെത്തി. ഞാൻ പറഞ്ഞേ, അവർ പാവമാണ്, അവർ വന്നതിൽ പിന്നാണ് സ്വസ്ഥമായിട്ട് ഞാൻ ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുന്നത്, വീട്ടിലും വലിയ സഹായമാണെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, നീ അങ്ങനൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല, എനിക്ക് തോന്നുന്നത് അമ്മായിയും ഒരു വില്ലത്തിയാണെന്ന്. അവർ എല്ലാം മറച്ചു പിടിക്കുകയാണ്. കാര്യം, ഒരു വട്ടം കാറിൽ കയറി പോകുന്നതും ഒരു വട്ടം എല്ലാവരും കൂടെ നിന്ന് ചായ കുടിക്കുന്നതും കണ്ടു, ഒരു തട്ടുകട പോലെ സ്ഥലത്ത് എന്നവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എന്തായാലും കുറ്റമൊന്നും പറഞ്ഞ ടൈപ്പല്ല, വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന ആളാണ്. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇവരോട് 2 പേരോട് ചോദിച്ചു. അപ്പോൾ 2 പേർക്കും ഒന്നും അറിയില്ല. അവർ ടൗണിൽ പോയിട്ടുണ്ട്, പക്ഷേ
ചായയും കടിയൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അവർ തട്ടുകട പോലുള്ളിടത്ത് കയറില്ലെന്ന് പോലും. വലിയ വലിയ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ ബേക്കറികളിലോ കയറുകയുള്ളൂ. അവർക്ക് അത്തരമിടങ്ങളിൽ നിന്ന് കാപ്പി കുടിച്ചെങ്കിലേ വയറ് നിറയൂ പോലും. പിന്നെ അതുമാത്രമല്ല, ഷാജിയോ അതാരാ, അങ്ങനെ ആരുടെയും കാറ് ഞങ്ങൾ കയറിയിട്ടില്ല, ഞങ്ങൾ ഓട്ടോ പിടിച്ച് പോയിട്ട് ഓട്ടോ പിടിച്ചാൽ വരുന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരും തർക്കിച്ചു. നിങ്ങളുടെ സുഹൃത്ത് മറ്റാരെങ്കിലും ആയിരിക്കും കണ്ടത്, ഞങ്ങൾക്കൊരു ഷാജി അറിയില്ല എന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടി ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ എതിർക്കാനാണ്? അതുകൊണ്ട് പിന്നെ ഞാൻ ആ വിഷയം ചോദിച്ചില്ല. എൻ്റെ മനസ്സിലത് കല്ല് പോലെ കിടന്നു. പക്ഷേ ഞാൻ പിന്നെ സുഹൃത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, എടാ രണ്ടുപേരോട് ഞാൻ ചോദിച്ചു, അവർ പറഞ്ഞത് അവർക്ക് ഷാജി അറിയില്ല, അവർ തട്ടുകടയിൽ നിന്ന് ചായയും കടിയും ഒന്നും കഴിക്കാറില്ലെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഇത് പച്ചക്കള്ളമാണ്, ഇനി അവരെ കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ വീഡിയോ എടുത്ത് ഞാൻ വിടും, ആ സമയത്ത് നീ ചോദിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചോദിക്കാമെന്ന്. എൻ്റെ മനസ്സിലും നല്ല സംശയം ഉണ്ടായിരുന്നു മാഡം. പിറ്റേ ആഴ്ച തന്നെ അവൻ എനിക്ക് ഒരു ഫോട്ടോ അയച്ചു തന്നു. തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുകയാണ്. ഈ പറഞ്ഞ ഷാജി എന്ന് പറഞ്ഞവനും കൂടെയുണ്ട്. അവരെയൊക്കെ വ്യക്തമായിട്ട് കാണാം. എന്തായാലും അതെൻ്റെ കയ്യിൽ കിടന്നു. ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ വേറെന്തെങ്കിലും പറയും. ഇതിൽ എന്തൊക്കെയോ മർമ്മപ്രധാനമായ കാര്യങ്ങളുണ്ട്. ഇത് കണ്ടുപിടിക്കണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ ദിവസം 4 മണിയായപ്പോൾ എന്നോട് വിളിച്ചു ചോദിച്ചു, അല്ല ചേട്ടാ, ചേട്ടൻ ഇന്ന് വരുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, എൻ്റെ ഒരു കൂട്ടുകാരുടെ പെരുമാറ്റമുണ്ടായിരുന്നു, അതിനൊന്ന് പോകാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാൻ എന്തായാലും 2-3 ദിവസം കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ പറഞ്ഞു, എങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോവുകയാണ്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് 10-25 കിലോമീറ്ററുള്ള ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ചൊരു പെൺകുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ കാറിലാണ് പോകുന്നത്. പിന്നെ തിരിച്ച് ഏകദേശം 12 മണിയായിട്ടേ തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ, അല്ല എല്ലാവരും ഇവിടെ കാണുന്നില്ലേ, അപ്പോൾ അവിടെ നിൽക്കും, പിന്നെ അമ്മയ്ക്കും കംഫർട്ടബിളാണ് അവിടെ നിൽക്കാൻ, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ രാത്രി മാത്രമേ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞെങ്കിലും അതും എനിക്ക് സംശയം ഉണ്ടാക്കുന്നതായിരുന്നു. എങ്കിലും ഞാൻ അത് ക്ഷമിച്ചു. പക്ഷേ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ വീടിനടുത്ത് പലചരക്ക് കട നടത്തുന്നൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി എന്നോട് പറഞ്ഞു, മോനെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഈയിടെയായിട്ട് ആ സമയത്ത് കാറുകളും മറ്റും വന്നു പോവുകയാണ്, ഞാൻ 1-2 വട്ടം കണ്ടു മോനെ എന്ന് പറഞ്ഞു. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അത് നീയല്ലെന്ന് എനിക്ക് മനസ്സിലായി, വേറെ ആരുമായിരുന്നു, അവരുടെ കൂടെ കയറി പോകുന്നതൊക്കെ ഞാൻ കണ്ടു, 2 പേരും കൂടെ. ഞാൻ പറഞ്ഞു അതവരൊരു പെരുമാറ്റത്തിന് പോയതാണെന്നും. മോനെ, പെരുമാറ്റത്തിന് ഒരു ദിവസമല്ലേ പോകുന്നുള്ളൂ, ഇതങ്ങനെയല്ല, സ്ഥിരമായിട്ട് ആരോ വരുന്നുണ്ട്, ചിലപ്പോൾ ഇവർ കാറിൽ കയറി പോകും, അതൊക്കെ ഒരു 10-11 മണി കഴിഞ്ഞിട്ടാണ്, ഞാൻ കിടക്കുമ്പോൾ 12 മണിയാകും, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അവരുടെ വീടും അവിടെ തന്നെയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സംശയം മൂത്തു. ഇവരോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് 2 പേർക്കും ഇതൊന്നും അറിയില്ല. കാറോ, ആർക്കറിയാം, റോഡ് സൈഡിലെ വീട്, കാറ് വന്ന് കിടക്കുന്നു പറഞ്ഞിട്ട് ആ സ്ത്രീ പറഞ്ഞത് വിശ്വസിക്കരുതേ എന്നൊക്കെ പറയുകയാണ്. ആ കൂടി കൺഫ്യൂഷനായി. അവർ 2 പേരും കൂടെ എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ശ്രമിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, പ്രശ്നമൊന്നുമില്ല, വിലവർക്ക് തോന്നുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനിവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു മാഡം. അങ്ങനെ ഒരു ദിവസം ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ട് പോയി, ഇനി ഇവിടെ കാറ് മറ്റും വരുന്ന ദിവസങ്ങളിൽ ചേച്ചിനോട് പറയണം. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, മോനെ, ചൊവ്വാഴ്ചയും ബുധനാഴ്ചയൊക്കെയാണ് ആൾക്കാർ കൂടുതൽ വരുന്നത്, ഒരു കാര്യം ചെയ്യേ, പറയാതെ മോർണിംഗ് വന്നാൽ മതി, രാത്രി ഒരു 10:30 കഴിയുമ്പോഴേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ശരിയാകുമെന്ന്. ഒരു കുഴപ്പമില്ല, മിക്കവാറും ദിവസങ്ങളിൽ ആളുകൾ കാണും, ഉറപ്പാണ്. ഇനി അവരുടെ കൂട്ടുകാരും മറ്റോ ആയിരിക്കാം, മോനോട് പറയാത്താണ്. എന്തായാലും നല്ല പ്രവർത്തനമല്ല നടക്കുന്നത്, നാട്ടുകാർ ഇതറിയാൻ പോകുന്നേ ഉള്ളൂ, മിക്കവാറും പ്രശ്നമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആൻറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ വന്ന് ടൗണിൽ ഒരു ലോഡ്ജെടുത്ത് താമസിച്ചു. ചൊവ്വയും ബുധനും, അന്ന് 2 ദിവസം രാത്രി പോയി നോക്കണം, ഏത് ദിവസമാണ് ഇത് പിടിക്കപ്പെടുന്നതെന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചൊവ്വാഴ്ച രാത്രി ചെന്നു മാഡം. വീടിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് പുറകുവശത്തെ മതിൽ ചാടിക്കടന്ന് ഞാൻ വീട്ടിൽ ചെല്ലുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് 10:30 ആയിട്ടോ. ഞാൻ അടുക്കള വശത്തേക്കാണ് ചെന്നത്. അടുക്കളയിൽ 2 പേരും കൂടെ എന്തൊക്കെയോ പാചകം ചെയ്യുകയാണ്. സാധാരണ 2 പേരും 8 മണിയാകുമ്പോൾ കഴിച്ച് TV സീരിയലൊക്കെ കണ്ട് പിന്നീട് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരാണ്. ഞാനുള്ളപ്പോൾ അങ്ങനെയാണ്. 2 പേരും കൂടെ കൊണ്ടുപിടിച്ച് സംസാരമാണ്. എടി മോളെ, ചിക്കൻ ഉണ്ടാക്കിയിട്ട് വറുത്ത് വെച്ചിട്ട് നീ പോയി കുളിക്കണം കേട്ടോ. അപ്പോൾ അമ്മ കുളിക്കുന്നില്ലേ? ഞാൻ 7 മണിയായപ്പോഴല്ലേ കുളിച്ചത്. പിന്നെ നിനക്കറിയാമല്ലോ ആ ചെക്കന് ഞാൻ കുളിക്കുന്നത് അത്ര ഇഷ്ടമല്ല. അതെന്താമേ? എടി അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണല്ലോ. ആദ്യമേ അവൻ എന്നോട് പറഞ്ഞു നാച്ചുറൽ സ്മെല്ലാണ് അവന് ഇഷ്ടമെന്നും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത്. പക്ഷേ അമ്മേ, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവൻ എന്നെ എന്താ ശ്രദ്ധിക്കാതിരുന്നത്? എടി അവൻ എന്നെയാണ് ഇഷ്ടപ്പെട്ടത്. കാര്യം നിന്നെക്കാലത്തിൽ പ്രായം കൂടിയുള്ളല്ലേ ഞാൻ, അതുകൊണ്ടാണ് അവൻ എന്നെ ഇഷ്ടപ്പെട്ടത്. അവൻ്റെ ചോയ്സ് അതാണ്. നീ വെറുതെ എന്നോട് വഴക്കുണ്ടാക്കി നമ്മളുടെ നല്ല സൗഹൃദം കളയരുത്. അല്ല, ഞാൻ വഴക്കുണ്ടാക്കിയതല്ല,
ഞാൻ ഓർത്തു രണ്ടാമത്തെ തവണ അവൻ എൻ്റെ അടുത്ത് വരുമെന്നും. എടി, അവൻ എന്നെ ഇഷ്ടപ്പെട്ട് വന്നതല്ലേ, നിന്നെ ഇഷ്ടപ്പെടാൻ തോന്നുന്നില്ലെന്നും. എന്നാലും അമ്മേ, എനിക്കവനെ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, സാരമില്ലടി, അവനൊന്ന് വശപ്പെട്ട് വരട്ടെ. ഇപ്പോൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ചെക്കൻ വരികയാണ്. പിന്നീട് ഞാൻ പറഞ്ഞ് നിൻ്റെ വശത്തേക്ക് ചായക്കാം. നിനക്കെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. ഷാജി ഇപ്പം പറഞ്ഞ് ഇന്ന് വരുന്ന പയ്യനില്ലേ, ഈ വന്നവനെക്കാട്ടിൽ എത്ര സുന്ദരനാടി, നല്ല സിനിമാവിനെ പോലെ ഇരിക്കുകയല്ലേ. നിൻ്റെ ഭാഗ്യമല്ലേ ഒരു കണക്കിന്. ആ ചെക്കനാണെങ്കിൽ എന്നെയൊട്ട് ഇഷ്ടപ്പെട്ടതുമില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആണുങ്ങൾക്കും ഓരോ ചോയ്സ് ഉണ്ടടി. അതാണ് നമ്മളെപ്പോലുള്ള പെണ്ണുങ്ങൾക്കും ചോയ്സ് ഉണ്ട്. അപ്പോൾ പിന്നെ ആ ചോയ്സിനനുസരിച്ച് പോകുന്നതല്ലേ നല്ലത്. പക്ഷേ അമ്മയുടെ ആ ചെക്കൻ എൻ്റെ ചോയ്സാണ്. എടിയൊന്ന് അടങ്ങിയിരിക്കുക. തൽക്കാലം നീ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്. നിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്നേ നിനക്ക് വേണ്ടത് കിട്ടുകയുള്ളൂ. അല്ലാതെ ഇഷ്ടപ്പെടാത്ത ചെക്കനെ നിൻ്റെ മുറിലേക്ക് ഞാൻ തള്ളിവിട്ട് കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ നിന്നെ ഇഷ്ടപ്പെടില്ല. അവസാനം അത് കുളമാകുകയും ചെയ്യും. തൽക്കാലം നമുക്ക് ഇങ്ങനെ പോകാം. 1, 2, 3, 4, 5 ഒന്നും അല്ലല്ലോ, കിടക്കുകയല്ലേ കടല പോലെ. ഷാജിയെല്ലാം ഒപ്പിച്ച് തരുവടി. ചുമ്മാതാണോ? നല്ല പണം, അതിനിടയ്ക്ക് നല്ല കിളന്ത് ചെക്കന്മാർ, അവർ വന്ന് നമുക്ക് കാണാമുറകൾ കാഴ്ചവെക്കുന്നു. നമ്മളതെല്ലാം രുചിച്ചറിയുന്നു. എന്ത് മനോഹരമായി നടക്കുന്ന കാര്യമടി. ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ മൂത്ത് കല്ലിട്ട് കഴിഞ്ഞാലേ നമുക്ക് തന്നെയായിരിക്കും പ്രശ്നം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ തമ്മിൽ സ്പർദ്ധയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കരുത്. അങ്ങനെ നമ്മൾ രണ്ടുപേരും പിണങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് തന്നെയാണ് നഷ്ടം. അതുമാത്രമല്ല, അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ കുടുംബജീവിതവും പോകും. അപ്പോൾ എൻ്റെ ഭാര്യ പറയുകയാണ്, അങ്ങനെയൊക്കെ ഞാൻ കുറേ നാൾ വിചാരിച്ചിരിക്കുന്നു. ഇപ്പം പിന്നെ കുട്ടികളുമില്ല. വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയില്ല. അങ്ങേർക്കാണ് പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു കുഴപ്പമില്ല. അതിന് നിങ്ങൾ രണ്ടുപേരും പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ 2 പേർക്കും കുഴപ്പമുണ്ടെന്നല്ലേ ഡോക്ടർമാർ പറഞ്ഞത്. എന്നാലും എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ആണുങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോഴാണ് അമ്മ വന്നതിൽ പിന്നെയാണ് എനിക്കെല്ലാം അങ്ങോട്ട് മനസ്സിലായത്. ഇപ്പോൾ പല രുചികളും എനിക്കറിയാം. എൻ്റെ ഭർത്താവ് മാത്രമായിരുന്നപ്പോൾ എന്തൊരു മടുപ്പായിരുന്നു. കുട്ടികളുമില്ല. അങ്ങയുടെ കുഴപ്പമാണ് എല്ലാം. ഇനിയിപ്പോൾ വിവാഹമോചനം നടക്കുകയാണെങ്കിൽ അത് നടക്കട്ടെ. എനിക്ക് ജീവിക്കാനുള്ള വഴി അമ്മ കാട്ടിത്തന്നല്ലോ എന്ന്. അപ്പോൾ അവർ പറയുന്നു, അങ്ങനെ വിചാരിക്കരുത്. ഭർത്താവുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അവനറിയാതെ വേണം ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ. എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്നെങ്കിൽ ഇനിയിപ്പോൾ വയ്യാതെ കിടക്കുവാണെങ്കിൽ ഞാനങ്ങ് ശുശ്രൂഷിച്ചേരും. അല്ല, അച്ഛൻ കുറേ നാൾ വയ്യാതെ കിടന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു അമ്മയുടെ കാര്യങ്ങളെന്ന്. അപ്പോൾ അമ്മ പറയുകയാണ്, എടി, നിൻ്റെ അച്ഛൻ തന്നെയാണ് എന്നെ ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് കുത്തിത്തിരിച്ചു വിട്ടത്. എന്താണ് രണ്ടാനമ്മ പറയുന്നത് എന്ന് ഞാൻ ശ്രദ്ധയോടുകൂടി കേട്ടു. അപ്പോൾ അവർ പറയുകയാണ്, എടി, അങ്ങേർക്ക് വയ്യാതായി കഴിഞ്ഞാൽ പിന്നെ അങ്ങേരെ എന്നോട് പറഞ്ഞു, കൊച്ചു പയ്യന്മാരുണ്ട്, അവരെ വിളിച്ചു വരുത്തും. നീ അങ്ങ് അവരുമായി ഒന്ന് ലയിച്ച് പാടണം മോളെ. അതെനിക്ക് കാണണം. കാര്യം എന്നെക്കൊണ്ടൊന്നും പറ്റില്ലെങ്കിലും കണ്ടെനിക്ക് ആസ്വദിക്കാമല്ലോ എന്ന്. നിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു ഷാജി. അങ്ങനെയല്ലേടി ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നന്നായിട്ട് നടക്കുന്നത് എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു അയാൾ. എന്നിട്ട് അമ്മ എന്താ ഇത്ര നാളായിട്ട് എന്നോട് പറയാതിരുന്നത്? അത് എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ പറയാൻ പറ്റുമോ? പിന്നെ എന്തിനാ ഇപ്പം അമ്മേനോട് പറഞ്ഞത്? എടി, നിൻ്റെ എടുത്തുചാട്ടവും ദേഷ്യവും അസൂയൊക്കെ നിർത്തണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇത് കാശുണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്നൊരു പരിപാടി കൂടിയാണ്. അതിൽ ഷാജിക്കും പങ്കുണ്ട്. അവനും കിട്ടണം പണം. നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്താണ്? നമ്മളുടെ കാര്യങ്ങൾ ഒതുക്കത്തിൽ നടക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നല്ല പണം ഉണ്ടാക്കണം. ഇതല്ലേ ലക്ഷ്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ചെറുപ്പക്കാർക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചോയ്സ് ഉണ്ട്. ചിലപ്പോൾ ഒരുത്തർ എന്നെ ഇഷ്ടപ്പെടും. ആ സമയത്ത് നിനക്ക് അവനോട് മോഹം തോന്നിയേക്കാം. പക്ഷേ ആ സമയത്ത് ആ ചെക്കന് നിന്നോട് മോഹം തോന്നിയില്ലെങ്കിൽ നീ അസൂയപ്പെട്ട് എന്നോടോ അവനോടോ വഴക്കുണ്ടാക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ ഈ പദ്ധതിയെല്ലാം പാളും. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞത്, ചെക്കന്മാരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ കൂടുതൽ അങ്ങോട്ട് മോഹിക്കണ്ട. നിന്നെ മോഹിക്കുന്ന ചെക്കന്മാരെ നീ സ്വീകരിക്കുക. കാര്യങ്ങൾ നന്നായിട്ട് വരും. എന്നാലും അമ്മേ, ഇന്ന് വരുന്ന ചെക്കനില്ലേ, ആ ചെക്കനിൽ എനിക്ക് ഒത്തിരി താല്പര്യമുണ്ട്. എടി, ഞാൻ പറഞ്ഞില്ലേ, അതൊരു എക്സെപ്ഷണൽ കേസായിട്ട് എടുത്തിട്ട് നിനക്ക് ഞാൻ ശരിയാക്കി തരാം. ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഓക്കെ എന്ന്. അവന് ചപ്പാത്തിയും ചിക്കനും ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോഴേക്കും നിനക്കാണല്ലോടി ഉത്സാഹം കൂടുതലെന്ന് പറഞ്ഞ് അമ്മായിമ്മ ചിരിക്കുന്നു. എന്നിങ്ങി വരട്ടെ. പിന്നെ അമ്മായിമ്മ പറഞ്ഞു, എടി, അവനെങ്ങാനും സർപ്രൈസായിട്ടൊരു ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കള്ളക്കളികളും പൊളിയുമെന്ന്. അപ്പോൾ ഭാര്യ പറയുകയാണ്, കാണുന്നെങ്കിൽ കാണട്ടെ. വിവാഹമോചനം നടന്നാലും എനിക്കിനൊരു പ്രശ്നമില്ല. അമ്മ എനിക്ക് വഴി തെളിച്ച് തന്നല്ലോ എന്ന് പറഞ്ഞു. എനിക്കത് കേട്ട് ചങ്ക് തകരുന്ന പോലെ തോന്നി. കാര്യം ഇത്രയും വഞ്ചകളാണോ പെണ്ണുങ്ങളെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിവിടെ നിന്നു. അകത്ത് ചെന്ന് രണ്ടിനും 2 പൊട്ടിച്ചാലോ എന്നെനിക്ക് തോന്നി. പക്ഷേ ഞാൻ നിയന്ത്രിച്ചു മാഡം.
എന്നാലും ഓർത്തു ഇന്ന് ഈ പരിപാടി നടക്കരുത്. ഞാൻ എമർജൻസി ആയിട്ട് വന്നെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറിച്ചില്ല എന്ന് വിചാരിച്ച് ഞാൻ മുന്നിൽ പോയി ബെല്ലടിച്ചു. രണ്ടുപേരും കൂടെ ഓടി വന്നു. ഇനി അവന്മാരാണെന്ന് വിചാരിച്ച് കാണും. എന്നെ കട കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേർക്കും അത്ഭുതം. എന്താ എന്താ ഇപ്പോൾ വന്നത് എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ വരാൻ പാടില്ല എന്ന്. അല്ല വരാം, പറഞ്ഞിട്ടല്ലേ വരുന്നത്. ഞാൻ മുമ്പേ വിളിച്ചപ്പോൾ പോലും നിങ്ങൾ വരുന്ന കാര്യം പറഞ്ഞില്ലോ എന്ന്. ആ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. രണ്ടുപേരും മുഖാമുഖം നോക്കുന്നത് കണ്ടു. എന്തെങ്കിലും കഴിക്കാനുണ്ടെന്ന്. ഞങ്ങൾ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കുകയായിരുന്നു പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ ഇപ്പോൾ താമസിച്ചല്ലോ, നിങ്ങൾ കഴിച്ചിട്ട് കിടക്കേണ്ട സമയമായല്ലോ എന്ന്. അത് പിന്നെ ഞങ്ങൾ വെറുതെ ഒരു സിനിമ കണ്ട് സമയം അങ്ങ് പോയി, ഇപ്പോൾ ഉണ്ടാക്കുകയായിരുന്നു. എന്തായാലും മോൻ പോയി കുളിക്ക്, ഞങ്ങൾ ചപ്പാത്തിയും ചിക്കനും എടുത്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ കുളിക്കാൻ പോയി മാഡം. അത് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും കൂടെ അടുക്കളയിലേക്ക് പോയി. ഞാൻ കുളിച്ച് വന്നപ്പോഴുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ചായയുമുണ്ട്. രാത്രി ഞാൻ ചായ കുടിക്കാറല്ലോ, അത് പിന്നെ മോനെ ഇതിൻ്റെ കൂട്ടത്തിൽ ചായയുടെ കുടിക്കണം. സ്പെഷ്യൽ മസാല ചായയാണ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് എനിക്ക് നീട്ടി. ഞാൻ ഇത്തിരി ഒന്ന് രുചിച്ച് നോക്കി. ചെറിയൊരു കയ്പ് പോലെയൊക്കെ ഉണ്ട്, എങ്കിലും നല്ല മസാലയുടെ മണം. ഞാനത് കുടിക്കുകയും ചെയ്തു മാഡം. അത് കഴിഞ്ഞ ശേഷം എല്ലാം കഴിച്ചു. ഞാൻ റൂമിലേക്ക് പോയി കഴിയുമ്പോഴേക്കും ഭാര്യ പറഞ്ഞു ഞാൻ എല്ലാം കഴുകി വെച്ചിട്ട് വരാം, ചേട്ടനാണെങ്കിൽ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. കള്ളി പരമ കള്ളി നനയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അവളെ ഇന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. ഇപ്പോൾ കിടന്ന് അലറാൻ എനിക്ക് വയ്യ എന്ന് വിചാരിച്ച് ബെഡ്റൂമിൽ ഞാൻ അവളെ കാത്തിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയി മാഡം. എനിക്കൊന്നും അറിയില്ല. ഞാൻ നേരം എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എന്തോ ഉറക്ക ഗുളിക മറ്റോ തന്ന് എന്നെ ഉറക്കിയതാണെന്ന്. അന്ന് രാവിലെ ഞാൻ രണ്ടുപേരെയും വിളിച്ച് ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോഴേക്കും രണ്ടുപേരുടെ ഭാവം മാറി. അപ്പോൾ നീ എല്ലാം വന്ന് ഒളിഞ്ഞു കേട്ടു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആവശ്യമില്ലെന്ന് രണ്ടാനം പറഞ്ഞു. ഞാൻ ചോദിച്ചു നിങ്ങളാണത് പറയേണ്ടത്, എൻ്റെ ഭാര്യയാണ് പറയേണ്ടത്. അപ്പോൾ ഭാര്യ പറഞ്ഞു എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. എനിക്കെന്തായാലും കുട്ടികളൊന്നും ഉണ്ടാകില്ല, അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്. അതിൻ്റെ പേരിൽ കുറേ തർക്കിച്ചെങ്കിലും അവൾ പറഞ്ഞു എന്തായാലും നമുക്ക് ഒരു കുട്ടികൾ പോലുമില്ല. വെറുതെ എങ്ങനെ നിങ്ങളെ നമ്പിയിരുന്നിട്ട് എന്ത് കാര്യമാണ്? അമ്മ വന്നതുകൊണ്ട് എനിക്ക് പുറലോകമൊന്ന് കാണാൻ പറ്റി. അപ്പോഴേക്കും രണ്ടാനമ്മ കയറി ഇടപെട്ടു. എടാ ഷാജിയുമായിട്ടൊക്കെ നിൻ്റെ അച്ഛനുള്ള കാലത്തുള്ള ബന്ധമാണ്. ഞാൻ വെറൈറ്റി ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്ത് ശീലിച്ചവളാണ്. പിന്നെ നിനക്കിതൊന്നും നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളും കൂടി നിന്നെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ കുടുംബ വീട്ടിൽ പോയി താമസിക്കും. അവിടെ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഷാജിയുമായി കൂട്ടുചേർന്ന് വ്യത്യസ്തമായ പല വിഭവങ്ങളും ഉണ്ടാക്കും. അവൻ്റെ കസ്റ്റഡിയിലുള്ളതേ 25 വയസ്സിന് താഴെയുള്ള ചെക്കന്മാരാണ്. അതും കോളേജിലൊക്കെ പഠിക്കുന്ന നല്ല പണക്കാരൻ പയ്യന്മാർ. മോനെ ക്യാഷും വേണം, സൗന്ദര്യമുള്ള ആണുങ്ങളിൽ നിന്ന് നല്ല നല്ല അനുഭവങ്ങളും വേണം, പിന്നെ ഒത്തിരി ആനന്ദവും വേണം. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഇങ്ങനെ കുട്ടികളൊന്നുമില്ലാത്ത വേസ്റ്റ് ജീവിതം ജീവിച്ചിട്ട് എന്താണ് കാര്യം? നിനക്കും കുട്ടികളുണ്ടാകില്ല, അവൾക്കും കുട്ടികളുണ്ടാകില്ല. ഇനിയിപ്പോൾ ജീവിതം എൻജോയ് ചെയ്തുകൂടെ? ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളും കൂടി ഇവിടെ പടിയിറങ്ങും. പിന്നെ വേറൊരു കാര്യം നീ ഓർക്കണം, നിനക്ക് അച്ഛനില്ല, സഹോദരങ്ങളില്ല. ഞങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീ ചിലപ്പോൾ ഒരു ശീലാവധി കിട്ടി ജീവിച്ചിരിക്കും. പക്ഷേ അതിൽ നിനക്ക് കുട്ടികളുണ്ടാകില്ല. അവസാനം ആരുമില്ലാതെ നീ തെരുവിൽ കിടന്ന് മരിക്കേണ്ടി വരും. അതിനും ഭേദം ഞങ്ങളുടെ കൂടെ നീ അങ്ങ് ആടാൻ വരുന്നല്ലേ മോനെ നല്ലത് എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ തകർന്നു പോയി. ഭാര്യയോട് പറഞ്ഞു ചേട്ടൻ ഇഷ്ടമുള്ള ആരെ വേണമെങ്കിലും സ്വീകരിച്ചു, ഇവിടെ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല, നമ്മളുടെ ഇഷ്ടങ്ങൾ ജീവിക്കാം. അമ്മ പറഞ്ഞപ്പോഴാണ് എനിക്കത് തോന്നിയത്. ചേട്ടാ നിങ്ങളെ എനിക്കിഷ്ടമാണ്, പക്ഷേ എന്ന് വെച്ചിട്ട് എൻ്റെ ഈ യാത്ര നിങ്ങൾ തടസ്സപ്പെടുത്തരുത്. എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള പല ഇഷ്ടങ്ങളുമുണ്ട്. നിങ്ങളതിന് തടസ്സം നിൽക്കല്ലേ. തടസ്സം നിന്നാൽ ഞാൻ അമ്മയോടെ പോയെന്ന് പറഞ്ഞു. ആകെക്കൂടി ചതി പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. നല്ലവളായ ഭാര്യയെ വഴിതെറ്റിച്ചത് രണ്ടാനമ്മയാണ്. പക്ഷേ രണ്ടാനമ്മ എന്നോട് വന്ന് പറഞ്ഞു നീ ഇങ്ങനെ വെറുതെ ഇരുന്ന് സദാചാരം പറഞ്ഞിട്ടൊരു കാര്യമില്ല. എനിക്ക് നിന്നോട് താല്പര്യമുണ്ട്. ആദ്യമേ തന്നെ നിന്നെക്കൊണ്ട് ഹരിശ്രീ എഴുതിപ്പിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ നിൻ്റെ കെട്ടുമാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പഴയ ഏതോ സദാചാരവാദിയായി കിളവന്മാരെയാണ് ഓർമ്മ വരിക. വെറൈറ്റിയായി ഒരു രംഗം മോനൊന്ന് എൻ്റെ കൂടെ അഭിനയിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അല്ലേടി നിൻ്റെ ഭർത്താവിനെ കുറേ നേരത്തേക്ക് കടമെടുത്തു കഴിഞ്ഞാൽ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു ഓ എന്ത് പ്രശ്നം, അമ്മ എങ്ങ് ഏറ്റെടുത്തോളൂ. കണ്ട് ഞാൻ മടുത്തു. എനിക്കിനി പുതിയ ലാവണങ്ങൾ തേടി പോകണമെന്ന്. എൻ്റെ മോള് അവൾ എൻ്റെ മോളായിട്ട് തന്നെ പിറന്നിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോഴാടി നീ യഥാർത്ഥത്തിൽ എൻ്റെ മോളായെന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിച്ചു. ഇതികർത്ത വ്യഥാമൂടനായിരിക്കുന്ന എന്നെ രണ്ട് പെണ്ണുങ്ങളൂടെ വന്നിട്ട് ഒട്ടും പ്രശ്നമില്ല, എല്ലാം നമുക്ക് വെള്ളത്തിൽ വരച്ച വര പോലെ മറക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും
എൻ്റെ ഇരുവശവും ഇരുന്ന് എന്നെ ഉപദേശിക്കാൻ തുടങ്ങി. ഒരു പ്രശ്നമില്ല ഏട്ടാ, ഒന്ന് ചെന്ന് നോക്കൂ പ്ലീസ്, കാലത്തിനൊത്ത് മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രണ്ടാനമ്മ എന്നെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയിരുന്നു. എൻ്റെ ഭാര്യ അതിന് സഹായിച്ചു. അവിടെ രണ്ട് സ്ത്രീകളും കൂടി എന്നെ അനാവൃതമാക്കുകയായിരുന്നു. എന്നിട്ട് രണ്ടു പേരും കൂടി എന്നെ പുതിയ ശീലുകൾ പാടിപ്പഠിപ്പിക്കാൻ തുടങ്ങി. ആദ്യം എനിക്കവരെ എതിർക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ രണ്ട് സൈഡിൽ നിന്നുള്ള സമ്മർദ്ദമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു ഫോമിലായി. അപ്പോൾ എൻ്റെ ഭാര്യ രണ്ടാനമ്മയോട് പറഞ്ഞു, അമ്മേ സമയം സമാഗതമായി, ഇനിയിപ്പോൾ അമ്മ മഞ്ചലിലേറി മുന്നോട്ടൊന്ന് പോകൂ. എനിക്കാണെങ്കിൽ ഇതുവരെ അങ്ങനൊരു മോഹമില്ലായിരുന്നു. അമ്മ പഠിപ്പിച്ചപ്പോഴാണ്, പക്ഷേ ഇപ്പോൾ അമ്മയാണിത് എൻ്റെ ഭർത്താവിന് അനുഭവവേദ്യമാക്കി കൊടുക്കേണ്ടത്. അമ്മ തന്നെ പുതിയൊരു രംഗത്തിന് കളം തുറക്കുമെന്ന് പറഞ്ഞു. അമ്മായിയമ്മയ്ക്ക് മഞ്ചലിലേറാൻ ഒരു പ്രശ്നവുമില്ലായിരുന്നു. മഞ്ചലിലേറി ആടി കുലുങ്ങി അവർ യാത്ര ചെയ്യുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാനിത്തിരി പിന്നോട്ടാണെന്ന് തോന്നുന്നു മാഡം. ഇപ്പോഴാണ് എനിക്കും അവർ പറഞ്ഞ വെറൈറ്റിയുടെ കാര്യങ്ങൾ മനസ്സിലായത്. അങ്ങനെ ഒറ്റ നേരം കൊണ്ട് അമ്മായിയമ്മ എന്നെ വലിയൊരു വലയിൽ കറക്കിയെടുത്തെന്ന് പറയാം. എൻ്റെ ഭാര്യ അത് കണ്ട് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. രണ്ടാമത് ഭാര്യയും എനിക്ക് നൂതനമായ സാങ്കേതിക വിദ്യകൾ പകർന്നു നൽകി. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ രസങ്ങൾ, പണങ്ങൾ, അങ്ങനെ ഒത്തിരി വരും. നിങ്ങൾക്കും ഷാജിയേട്ടനോട് പറഞ്ഞിട്ട് പുതിയ പുതിയ രംഭത്തിരോത്തവന്മാരെ ഞങ്ങൾ അറേഞ്ച് ചെയ്യും. ജീവിതം സുന്ദരമാക്കൂ ചേട്ടാ എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിലേക്ക് എൻ്റെ മനസ്സ് മാറ്റിയെടുത്തു. ഇപ്പോൾ അമ്മായിയമ്മയും എൻ്റെ ഭാര്യയുമൊക്കെ അവർക്കിഷ്ടമുള്ളതുപോലെ ഞാനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴുമൊക്കെ പുറത്തു പോവുകയും അവരുടെ ഇഷ്ടങ്ങളൊക്കെ നടത്തി തിരിച്ചു വരികയാണ്. ക്യാഷൊക്കെ എനിക്ക് കൊണ്ടുത്തരും. എനിക്ക് ക്യാഷിൻ്റെ ആവശ്യമില്ല. എന്നാലും ഇപ്പോൾ ഇട്ടുമൂടാൻ പണം അവരുണ്ടാക്കി കഴിഞ്ഞു മാഡം. എന്നെ വലയിൽ നിർത്താൻ വേണ്ടിയിട്ടായിരിക്കണം. രണ്ടുപേരും മാറി മാറി എന്നോട് സ്നേഹം പ്രകടിപ്പിക്കും. ചിലപ്പോൾ കൂട്ടുചേർന്നും ഒറ്റയ്ക്കും. അതുമാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അവർ ആഴ്ചയിലൊരിക്കലെങ്കിലും ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴേക്കും എനിക്ക് വേണ്ടി അവരുടെ ഒരു സഖിയെ റെഡിയാക്കി നിർത്തും. മാഡം, അവരെക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ ഞാനിപ്പോൾ മുൻപന്തിയിലാണ്. അവരെ സപ്പോർട്ട് ചെയ്ത് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം കൂട്ടി നിന്ന് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ചില സമയത്ത് എനിക്ക് കുറ്റബോധം തോന്നാറുണ്ട്. അവർക്കാകട്ടെ അങ്ങനെ ഒരു ഫീലിങ്ങുമില്ല. പക്ഷേ എൻ്റെ സ്വഭാവം മൊത്തം ചീത്തയായിപ്പോയി. ഞാനിങ്ങനെ ഒരാളല്ലായിരുന്നു മാഡം. ഞാനിപ്പോൾ കടന്നു പോകുന്നത് വല്ലാത്തൊരു കുറ്റബോധത്തിനും ആഹ്ലാദത്തിനും ഇടയ്ക്കാണ്. ചില സമയത്ത് ഞാൻ ഓർക്കാറുണ്ട്, ഇങ്ങനെ പാടില്ലെന്ന്. ഒട്ടും സുരക്ഷിതമല്ലാത്ത ഈ ജീവിതം ചില സമയത്ത് എന്നെ ഭയപ്പെടുത്തുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത് മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി നടന്നിട്ട് സ്വന്തം ഭാര്യയും രണ്ടാനമ്മയും എല്ലാം പറഞ്ഞത് കേട്ട് അവരെ ഒരിക്കൽ പോലും തിരുത്താൻ നോക്കാതെ അവരുപേക്ഷിച്ചു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പേടിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിന്ന് നിങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റാണ്. കാര്യം ഇനി എന്ത് വന്നാലും നമുക്കത് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, എന്നെ ഇട്ടിട്ട് പൊക്കോളൂ, എനിക്കൊരു പ്രശ്നവുമില്ല, കുട്ടികളുണ്ടാവില്ലെന്ന് വെച്ചിട്ട് ഇങ്ങനെ ആത്മാർത്ഥമില്ലാതെ ഭാര്യമാരെ പറയുമോ? അപ്പം തന്നെ അവർ രണ്ടുപേരും നിങ്ങളുടെ യാതൊരു സ്നേഹമില്ലാത്ത ആൾക്കാരാണ്. അവർക്ക് അവരുടെ കാര്യങ്ങളാണ് വലുത്. നിങ്ങൾക്ക് അവരെ ഉപേക്ഷിച്ചാലും ഒരു ചുക്കും ചുണ്ണാവും വരാനില്ലായിരുന്നു. വേറെ ആളെ കണ്ടുപിടി ജീവിക്കാം, ഒരു കുട്ടിയുള്ള പെണ്ണെ കെട്ടാമല്ലോ, അങ്ങനെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റു വഴികളൊക്കെ നോക്കാം. ഇതൊന്നും ചിന്തിക്കാതെ അവർ പോകുമല്ലോ എന്നോർത്ത് അവരുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടി നിന്ന് അവർ പറഞ്ഞ പോലെ കേട്ട് ഇടവും വലവും നിങ്ങളും ആടിക്കൊഴിഞ്ഞ് അവരുടെ അതേ പാതയിൽ പോയി കഴിഞ്ഞ ശേഷം അയ്യോ അച്ഛാ കാള പോയി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ശരിക്കും തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരെ തിരുത്താതെ അവരുടെ കൂട്ടത്തിൽ നമ്മൾ ചേർന്ന് പോയി കഴിഞ്ഞാൽ നമ്മളാണോ കുറ്റക്കാർ, അവരാണോ കുറ്റക്കാർ? ശരിക്കും നമ്മുടെ കയ്യിലാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കതിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവരവരുടെ പാടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോലിയുണ്ട്, നിങ്ങൾക്ക് നടക്കാം, വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാം, ഇങ്ങോട്ട് വരികയേ വേണ്ട, അവർക്ക് പണമുണ്ടല്ലോ, അവർ താമസിച്ചോളും, നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. ഈ രണ്ട് സ്ത്രീകളുടെ ജീവിതം അല്ലെങ്കിൽ സ്നേഹം ഇതൊന്നും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഒരു ചുക്കും ചുണ്ണാൻ പോയില്ല. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് മാറാം. പക്ഷെ നിങ്ങളിപ്പോൾ പറഞ്ഞത് ഇത് ചക്കരക്കുടമാണ്, കൈയിട്ട് പോയി, അപ്പോൾ പിന്നെ നക്കിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് ചക്കരക്കുടത്തിൽ നിന്ന് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറുടെ കുറ്റമാണ്. ഇതൊക്കെ നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് ഭവിഷ്യത്തുകളുണ്ടാകുകയാണെങ്കിൽ അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറുക. അവനവൻ തന്നെ തീരുമാനം എടുക്കുക.